ഡോക്ടർ പ്രേംകുമാർ കൂടി ഇടതുപക്ഷ സഹയാത്രികൻ, അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ ഇന്നലെ മന്ത്രി പറഞ്ഞതിനോട് നമ്മൾ യോജിക്കുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ക്ഷണിച്ചത്, നമ്മൾ വളരെ നല്ല ഉദ്ദേശത്തോടെയാണ് ക്ഷണിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇത്തരം ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇനിയെങ്കിലും സംഭവിച്ചു ഇനിയെങ്കിലും നമ്മൾ പുലർത്താവുന്ന ഒരു ജാഗ്രത, അതിന് പോലീസ് ക്ലിയറൻസ് അടക്കം നേടേണ്ട ഒരു മാനദണ്ഡം അങ്ങനെ ഉണ്ടാക്കുക, അത് അത്യന്താപേക്ഷിതമല്ല. ഇനിയും നമ്മുടെ ഒരു കേരള ടൂറിസം എന്നത് നമ്മൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ടൂറിസത്തിന് വേണ്ടി പറയാൻ ഇറങ്ങിയ ഒരാൾ രാജ്യദ്രോഹത്തിന് പിടിയിലാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ നാണക്കേട് നമുക്കും കൂടിയാണ്. അല്ല, ഇത് നാണക്കേടിന്റെ മാത്രം പ്രശ്നമല്ല, രാജ്യദ്രോഹത്തിന്റെ പ്രശ്നമാണ്. നമ്മളെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക്, ശത്രു രാജ്യങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന ആളുകളെ നിയന്ത്രിക്കേണ്ടത് പ്രാഥമികമായിട്ടും സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോ ആണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ്. അവരുടെ റഡാറിലായിരുന്നു ഈ സ്ത്രീ എന്ന് പറയുന്നു, ഇപ്പോ നമ്മൾ പറയുന്നു. അപ്പൊ അവര് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒരിടത്തും അവർക്ക് ആക്സസ് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പക്ഷെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഓവർടേക്ക് ചെയ്തുകൊണ്ട്, ഔട്ട്സ്മാർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരം സ്പൈ ഏജൻസ് വർക്ക് ചെയ്യുക. ഇവര് സ്പൈ ഏജന്റ് ആണെങ്കിൽ അത് പക്ഷേ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ, കേരളത്തിന്റെ അല്ല, കർണാടകത്തിന്റെ അല്ല, ഏതായിരുന്നാലും ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ കപ്പാസിറ്റിയുടെ ഉള്ളിൽ നിൽക്കുന്ന കാര്യമല്ല. ഇനി ജ്യോതി മൽഹോത്ര അടക്കമുള്ള ആരെ പറ്റിയായിരുന്നാലും ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് ആ സമയം തന്നെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസികൾ, സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അറിയിക്കും. അങ്ങനെ ഒരു സാധനം അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ കേരളത്തിൽ വരില്ല. അപ്പൊ ഇതിപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്പൈയായി ഐഡന്റിഫൈ ചെയ്യപ്പെട്ട ഒരാൾ കേരള ടൂറിസത്തിന്റെ പ്രൊമോഷന് വന്നതല്ല, മറിച്ച് കേരള ടൂറിസത്തിന്റെ പ്രൊമോഷന് വന്ന ഒരാൾ അതിനുശേഷം 1-2 വർഷങ്ങൾക്ക് ശേഷം സ്പൈ സസ്പെക്ട് ആയിട്ട് പിടിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം. ഇത് കേരളത്തിന്റെ സുരക്ഷയുടെ കാര്യമോ അല്ലെങ്കിൽ കേരളത്തിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എന്താ പറയുക സ്റ്റാറ്റസിന്റെ പ്രശ്നമോ മാത്രമല്ല, ദേശീയ സുരക്ഷയുടെ കാര്യമാണ്. പക്ഷെ ഈ സംഗതി എടുത്തിട്ട് കേരളത്തിലെ ഗവൺമെന്റോ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയോ മാത്രം പിഴവാണ് എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. കാരണം അവർ ചോർത്തിയിട്ടുണ്ടാവുക കേരളത്തിന്റെ രഹസ്യമല്ലല്ലോ, ഇന്ത്യയുടെ രഹസ്യമാണ്. അവർ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അവർ വിഹരിച്ചിട്ടുമുണ്ട്. അതാണ് കൺസേൺ. നമ്മൾ ഈ കാര്യത്തിൽ ഭാരതീയർ എന്നുള്ള രീതിയിലാണ് പ്രതികരിക്കേണ്ടത്, മലയാളികളെന്നോ ടൂറിസത്തിന്റെ കൺസ്യൂമേഴ്സ് എന്നുള്ള രീതിയിലോ അല്ല. കുറച്ചു മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ 80-ലധികം പത്രപ്രവർത്തകർ NIA-യുടെയോ IB-യുടെയോ നിയന്ത്രണത്തിലാണ്, IB-യുടെ എന്താ പറയാ റഡാറിലാണെന്ന് പറഞ്ഞു. നമ്മുടെ ഒക്കെ സുഹൃത്തുക്കളായ പത്രപ്രവർത്തകരൊക്കെ അതിനകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരോട് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ലെന്നല്ലോ. നാളെ നിങ്ങളോ ഞാനോ പോലും സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോ ചിലപ്പം ബുക്ക് ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തു എന്ന് വരാം. എന്ന് കാര്യം അതിന് മുന്നേ നമ്മൾ അറിയാതെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പേരിൽ ഒരാളെ ഉത്തരവാദിയാക്കി പറയുന്നത് ആ ദുഷ്ടലാക്ക് ശരിയല്ല. ഏതെങ്കിലും തരത്തിൽ സെൻട്രൽ ബ്യൂറോയുടെയോ സ്റ്റേറ്റ് ബ്യൂറോയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള ഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ടതാണ്. ഒരു കാരണവശാലും ഇത് ആവർത്തിക്കാനും ഉണ്ടാകുമോ എന്നതാണ്. ഇനി നമ്മൾ ഇപ്പൊ ടൂറിസം പ്രൊമോഷന് വേണ്ടി ഇനിയും സ്വാഭാവിക ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു ജാഗ്രത, അതിനൊരു കൃത്യമായ ഒരു മാനദണ്ഡം ഉണ്ടാക്കുക അത്യന്താപേക്ഷിതമാണ് എന്നതാണ്. ശ്രീ പ്രേംകുമാർ, എല്ലാ കാര്യങ്ങളിലും, സംസ്ഥാനത്തിന്റെ സകല കാര്യങ്ങളിലും ഉൾപ്പെടുന്ന ആളുകളെ പറ്റിയിട്ട് സെൻട്രൽ ബ്യൂറോവുമായിട്ടുള്ള നിരന്തരം കമ്മ്യൂണിക്കേഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിന്റെ ഉള്ളിൽ കൂടെ ചിലർ നുഴഞ്ഞു കയറുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ആ ഒരു വിശാലാർത്ഥത്തിൽ വേണം അതിനെ കാണാൻ വേണ്ടിയിട്ട്. അല്ലാതെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെതിരെയോ ടൂറിസം മന്ത്രിക്കെതിരെയുള്ള ഒരു സാധനം കിട്ടിയെന്നുള്ള രീതിയിൽ ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തകർ പറയരുത് എന്നാണ് ഇന്നലെ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ പറഞ്ഞതും. എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ വളരെ കർശനമായ നടപടികൾ ഉണ്ടാവണം. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പെർവ്യൂവിൽ നിൽക്കുന്ന കാര്യവുമല്ല. അതൊരു ഇറ്റ്സ് എ വെരി വെരി സീരിയസ് സെൻട്രൽ ഇഷ്യൂ. ആ മട്ടിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ ഇനി ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് വ്ളോഗ് ചെയ്യാൻ വരുന്ന ആളുകളുടെ സുരക്ഷ എന്നല്ല. നാളെ ഇവർ വേറൊരു ആരോഗ്യ വകുപ്പിലായിരിക്കും വരുന്നുണ്ടാവുക, ട്രാൻസ്പോർട്ടിലായിരിക്കാം, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലാവാം, എവിടെയും ഇൻഫിൽട്രേറ്റ് ചെയ്യാമല്ലോ. ആ അർത്ഥത്തിലുള്ള സമഗ്രമായ ജാഗ്രതയാ വേണ്ടത്. ശരി, സമഗ്രമായ ജാഗ്രത അനിവാര്യമാണ്. ഇത്തരം അതിഥികളെ നമ്മൾ ക്ഷണിച്ചു വരുത്തുമ്പോൾ അതിപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുണ്ട്, കേരളത്തിലെ രഹസ്യാന്വേഷണ ഏജൻസികളുണ്ട്, സംസ്ഥാന സർക്കാരും കേന്ദ്രവുമായി അങ്ങ് സൂചിപ്പിച്ച പോലെ നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. എവിടെയാണ് പാളിച്ചയുണ്ടായത്, ആരെങ്കിലും ബോധപൂർവം സഹായിച്ചതാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇനി ഉത്തരവുണ്ടാകുന്നത്.